അപ്രകാരം ഒരു ബന്ധം സ്ഥാപിക്കത്തക്ക വിധം എന്തെങ്കിലും തെളിവ് നിങ്ങളുടെ വേണ്ടേ? ഏതെങ്കിലും ആളുകൾ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന് നടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ആളുകൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് വേദവാക്യമായിട്ട് എഴുന്നള്ളിച്ചു കൊണ്ടുവരാൻ അല്പം നാണമൊക്കെ ആകും നല്ലതാണ്. അതുകൊണ്ട് ഇത്തരം നിലപാടുകളൊക്കെ നിങ്ങൾ തിരുത്തണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇന്ന് ഞാനൊരു വാർത്ത അങ്ങോട്ട് പറയാം. ഇലക്ട്രൽ ട്രസ്റ്റ് വഴിയുള്ള സംഭാവന എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പം ഈ കഴിഞ്ഞ ഈ ഇലക്ട്രൽ ബോണ്ട് നിരോധിച്ച ശേഷം ഇലക്ട്രൽ ട്രസ്റ്റ് വഴിയുള്ള സംഭാവന, പ്രൂഡൻറ്റ് ട്രസ്റ്റ് വഴിയാണ്. കോൺഗ്രസ്സുകാർ എത്ര കോടി വിഴുങ്ങി? BJPക്കാർ എത്ര വിഴുങ്ങി? 1075.70 കോടി രൂപ. അതിൽ കോൺഗ്രസ്സുകാർ വിഴുങ്ങി എത്രയാണ്? 230 കോടി രൂപ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പം BJPക്ക് 723 കോടി, കോൺഗ്രസ്സിന് 156.4 കോടി. കോൺഗ്രസിൻ്റെ മന്ത്രിമാരെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ MLA മാരെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, ഈ പ്രൂഡൻറ്റ് ട്രസ്റ്റിൻ്റെ MLA നിങ്ങൾ എഴുതൂ. VD സതീശനെ പ്രൂഡൻറ്റ് ട്രസ്റ്റിൻ്റെ പ്രതിപക്ഷ നേതാവ് നിങ്ങൾ എഴുതുമോ? മീഡിയ വൺ 83 കോർപ്പറേറ്റുകളാണ് സംഭാവന കൊടുത്തത്. അവർ കൊടുത്ത കാശ് വെട്ടി വിഴുങ്ങിയ വിരുദ്ധനോടാണ്, ആ പാർട്ടിയുടെ നേതാവിനോടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് അഭിപ്രായം പറയാൻ ചോദിച്ചത്. എന്നിട്ട് വേണു പറയുകയാണ്, അഴിമതി മണക്കുന്നില്ലേ? നിങ്ങൾ AI ക്യാമറയിൽ മണത്തെ അഴിമതി എവിടെ പോയി വേണു? നിങ്ങൾ ലാബിൽ മണത്തെ അഴിമതി എവിടെ പോയി വേണു? ഫോണിലും മണത്തെ അഴിമതി എവിടെ പോയി വേണു? കൈതോലപ്പായിൽ മണത്തെ അഴിമതി എവിടെ പോയി? കമല ഇൻ്റർനാഷണൽ അഴിമതി മണത്തിട്ട് ആ അഴിമതി എവിടെ പോയി വേണു? നിങ്ങൾ കുറേ മണത്ത് കിടക്കുന്ന ആളുകൾ, ഈ മണത്ത് കിടക്കുന്ന ആളുകൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കൊള്ള മണക്കുന്നില്ലേ? അപ്പം നിങ്ങൾക്കെന്തു ആകാം. മാർക്സിസ്റ്റ് പാർട്ടിയെ ആക്രമിക്കാൻ, മാർക്സിസ്റ്റ് പാർട്ടിയെ അപമാനിക്കാൻ എന്തുമാകാം. അങ്ങനെയുള്ളവരോട് പറയുകയാണ്, നിങ്ങളുടെ ഒന്നും ഒരു ജൽപ്പനവും ഞങ്ങളെ ബാധിക്കുന്നതല്ല. ഈന്തപ്പഴത്തിൻ്റെ മറവിലും ഖുറാൻ്റെ മറവിലുമൊക്കെ ഞങ്ങൾ സ്വർണ്ണക്കടത്തുകാരാന്ന് പറഞ്ഞ് ഞങ്ങളുടെ മേലെ മെക്കിട്ട് കയറിയ നിങ്ങളൊക്കെ ഇപ്പോഴും നാണമില്ലാതെ ഇങ്ങനെ കുറേ അച്ചടിച്ച സാധനങ്ങളുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഓർത്ത് നിങ്ങളെക്കുറിച്ച് ലജ്ജിക്കുക എന്നുള്ളതല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഒരു വിഷയത്തിൽ ചർച്ച ചെയ്യുന്നതിനൊക്കെ അന്തസ്സുണ്ട്. പക്ഷേ MP രാജേഷിനെ പോലെ പരിശുദ്ധ ജീവിതമുള്ളൊരു മനുഷ്യൻ്റെ പടമൊക്കെ വെച്ച് ഒയാസിസിൻ്റെ മന്ത്രിയോ, നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പടം വെച്ച് 83 കമ്പനിയുടെ പേരടിക്കപ്പാ, അടിക്കുമോ നിങ്ങൾ? പടം വെച്ച് ഈ അല്ലല്ല, നിങ്ങൾ ഞാൻ വിഷയത്തിലേക്കല്ല, ഇതല്ലാണ്ട് പിന്നെ എന്താ വിഷയം? നിങ്ങൾ എന്ത് തോന്നിയാസാ കാണിക്കുന്നത്? ആ കാർഡ് പിൻവലിക്ക്. സുനിൽകുമാർ, ഈ പറയുന്ന ഇതിപ്പോ നരേന്ദ്രമോദിയുടെ അതേ വാദഗതിയാണ്. 10 കൊല്ലം കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ഭരണം. ഒരു സെക്കൻഡ് പറയട്ടെ. 11ാമത്തെ കൊല്ലത്തിലേക്ക് കടക്കുന്നു. ആ ഗവൺമെന്റ് പറയുന്നത് ഇതാണ്. ഒരു സെക്കൻഡ്. ഇങ്ങോട്ട് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് കേൾക്കും. അങ്ങ് ഇത്രയും സമയം പറഞ്ഞത് കേട്ടല്ലോ. ഒരു സെക്കൻഡ്. 11ാമത്തെ കൊല്ലം മോദിയും പറയുകയാണ്. മൂന്നാമത്തെ ഭരണ തുടർച്ചയിലേക്ക് പോകുമ്പോ നരേന്ദ്രമോദിയും പറയുകയാണ്, ഈ സർക്കാരുകൾക്ക് ഒരു സെക്കൻഡ് 1-2 മോദി സർക്കാരിനെതിരെ എന്തെങ്കിലും ഒരു അഴിമതി ആരോപണം തെളിയിക്കാൻ പറ്റിയോ എന്ന് ഞാൻ ശ്രീ അനിൽകുമാറിനോട് എല്ലാ വിനയത്തോടെയും ചോദിക്കുകയാണ്. നിങ്ങൾ ഒരുപാട് അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചല്ലോ മോദി സർക്കാരിനെതിരെ, തെളിയിച്ചൊരെണ്ണം പറയാമോ?